കൊല്ലം സുധീരൻ്റെ മരണശേഷം എല്ലാ മലയാളികളുടെയും മനസ്സിൽ ആവലാതി ഉണ്ടായിരുന്നത് താരത്തിൻ്റെ മൂത്ത മകൻ കിച്ചുവിനെ കുറിച്ച് ഓർത്തായിരുന്നു. അമ്മയെ നേരത്തെ തന്നെ കിച്ചുവിന് നഷ്ടപ്പെട്ടതാണ്. അതിനുശേഷം അച്ഛൻ സുധിയായിരുന്നു കിച്ചുവിൻ്റെ ലോകം. ഇപ്പോൾ സുധിയുടെ അമ്മയ്ക്കും സഹോദരൻ കുടുംബത്തിനൊപ്പമാണ് കിച്ചുവിൻ്റെ താമസം. അനിയൻ്റെ മകനെ സ്വന്തം മകനെ പോലെയാണ് സുജിത്തും ജ്യേഷ്ഠം വളർത്തുന്നത്. അതിനാൽ തന്നെയാണ് രേണുവിനൊപ്പം കോട്ടയത്ത് താമസിക്കാൻ കിച്ചു താല്പര്യപ്പെടാത്തതും. പ്രസവിച്ചിട്ടില്ലെങ്കിലും തൻ്റെ മകൻ ഋതുലിനോടുള്ള അതേ സ്നേഹം കിച്ചുവിനോടും തനിക്കുണ്ടെന്നാണ് രേണു പറയാറുള്ളത്. സ്കൂൾ പഠനം പൂർത്തിയാക്കി കിച്ചു ഉപരിപഠനം നടത്തുന്നതും കൊല്ലത്ത് തന്നെ മാസങ്ങൾക്ക് മുമ്പാണ് സ്വന്തമായി ഒരു യൂട്യൂബ് ചാനൽ കിച്ചു ആരംഭിച്ചത്. ഇടയ്ക്കിടെ ചാനൽ ലൈവ് വന്ന് സബ്സ്ക്രൈബേഴ്സുമായി സംവദിക്കാറുണ്ട്. ഇപ്പോഴിതാ ന്യൂ ഇയർ രാത്രി മുന്നോടിയായി കിച്ചുവും കൂട്ടുകാരും ചേർന്ന് നടത്തിയ ലൈവിൻ്റെ വീഡിയോയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. കുടുംബം, പഠനഭാവിയിൽ പരിപാടികൾ എന്നിവയെല്ലാം ബന്ധപ്പെട്ട് ആരാധകരുടെ ചോദ്യങ്ങൾക്ക് കിച്ചു മറുപടി നൽകിയിട്ടുണ്ട്. നന്നായി പഠിച്ച് നല്ലൊരു ജോലി സമ്പാദിക്കും, അച്ഛൻ അഭിമാനമായി മാറണമെന്നാണ് ഏറെയും പേർ കമൻസിലൂടെ കിച്ചുവിനോട് പറഞ്ഞത്. ഞാനിപ്പോൾ ആനിമേഷൻ VFX കോഴ്സ് പഠിക്കുകയാണ്. 1.5 വർഷം കൂടി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യം നോക്കി പോകുന്നു. നമ്മൾ എന്തിനാണ് ഒരാളെ റെഡിയാക്കുന്നത്? അവരവർക്ക് തോന്നിയ രീതിയിൽ നിൽക്കട്ടെ. കോട്ടയത്ത് പോയി താമസിക്കാൻ എനിക്കിപ്പോൾ താല്പര്യമില്ല. എനിക്ക് കംഫർട്ട് കൊല്ലമാണെന്ന് കിച്ചു പറഞ്ഞു. രേണു സുധിയുടെ വിശേഷങ്ങൾ ചോദിച്ചുള്ള കമൻസുകൾ വന്നപ്പോൾ അമ്മ എവിടെയാണെന്ന് സത്യം പറഞ്ഞാൽ തനിക്ക് അറിയാൻ പാടില്ല, ഒരു പിടിയുമില്ല. ഒറ്റപ്പെടുത്തി ചെയ്ത വീഡിയോകളും ഏറെക്കാലമായി ലൂപ്പിൽ തന്നെ പോലെ സോഷ്യൽ മീഡിയയിൽ വിവാദമായി കറങ്ങുന്നുണ്ട്. ഒട്ടുമിക്ക വീഡിയോകളും രേണുവും മാതാപിതാക്കളും സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ സുധിയുടെ മകൻ കിച്ചുവിൻ്റെ ഭാഗത്തു നിന്നും അത്തരം പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വീടില്ലാത്ത സമയത്ത് വീട് വെച്ച് തന്നവരോട് എന്നും എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ എന്നാണ് ആദ്യമായി വിഷയത്തിൽ പ്രതികരിച്ച് കിച്ചു പറഞ്ഞത്. ഇപ്പോഴിതാ സുതലം വീടുമായി ബന്ധപ്പെട്ട് കിച്ചു നൽകിയ മറുപടിയെക്കുറിച്ച് തനിക്കുണ്ടായ തോന്നലുകൾ പങ്കുവച്ചിരിക്കുകയാണ് ഇപ്പോൾ ബിഗ് ബോസ് താരം സായി കൃഷ്ണ. കിച്ചുവിൻ്റെ മറുപടി രേണുവിൻ്റെ തലക്ക് കിട്ടിയ അടിയാണെന്നാണ് സായി കൃഷ്ണ പറഞ്ഞത്. സുധിയുടെ മകൾക്ക് വേണ്ടിയാണ് ആ വീട് വെച്ചു കൊടുത്തത്. ആ വീട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ശരിയായ രീതിക്കല്ല. അതിൻ്റെ പ്രശ്നങ്ങളും വീട് പണിതുന്ന സമയത്ത് സംഭവിച്ച ചില പോരായ്മകളും ആ വീടിനെ ബാധിച്ചിട്ടുണ്ട്. വീടുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെക്കുറിച്ച് കിച്ചു മറുപടി നൽകിയതോടെ രേണു സുധിയുടെ തലയ്ക്ക് അടി കിട്ടിയതുപോലെയായി. അതുപോലെ മറ്റൊരു കാര്യം കൂടി ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പലപ്പോഴും രേണുവും ഓൺലൈൻ മീഡിയയും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ വീഡിയോ പുറത്തു വരുമ്പോൾ അതിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എപ്പോഴും ഒരാളാണ്. അയാളുടെ ശബ്ദം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വിവാദങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അയാളാണ് സ്ഥിരം ചോദിക്കാറുള്ളത്. വീടിൻ്റെ ചോദ്യം ചോദിക്കുന്നതും അയാൾ മാത്രമാണ്. അത് എന്തുകൊണ്ടാണെന്ന് അങ്ങനെയെന്ന് മനസ്സിലായിട്ടില്ല. കുട്ടികൾക്ക് കിട്ടിയ വീടാണെന്ന് രേണു ഇടയ്ക്കിടെ പറയാറുണ്ട്. അവർ ആ വീട് രേണു പ്രധാനമായിട്ടുള്ളതായി കാണുന്നില്ലെന്ന് തോന്നിയിട്ടുണ്ട്. അവരുടെ സംസാരത്തിലും അതിലുണ്ട്. സുധിയുടെ മക്കൾക്ക് നാട്ടുകാർ വെച്ചു കൊടുത്ത വീട് തൻ്റെ വീടായി കാണണമെന്ന ചിന്ത രേണുവിന് ഇതുവരെയും തന്നിട്ടില്ല. അതുകൊണ്ടാണ് ആ വീടിനെ നന്നായി സംരക്ഷിക്കാത്തതും. രേണുവിൻ്റെ പേരിൽ വീട് വെച്ച് കിട്ടണമെന്നായിരുന്നു അപ്പോൾ മനസ്സിലുണ്ടായിരുന്ന ചിന്ത. വീടിൻ്റെ വിഷയത്തിൽ മാത്രം രേണുവിനോട് ഭയങ്കര എതിർപ്പുണ്ട്. തൻ്റെ പേരിലായിരുന്നു വീടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്ന ടോണാണ് രേണുവിൻ്റെ സംസാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.